ഹായ് നമസ്കാരം. ഏവർക്കും സ്കിൽ ട്രെയിനറുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു കൺഫ്യൂസിംഗ് ഫാക്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഭാഗം തന്നെയാണ് അത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഭാഗം. ഞാനിത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാവുന്ന തന്നെയാണ്. ഇപ്പോൾ PSC എക്സാം എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ 10 ലെവലായിക്കോട്ടെ, +2 ലെവലായിക്കോട്ടെ, ഡിഗ്രി ലെവലായിക്കോട്ടെ, പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, ഏതൊരു എക്സാം എടുത്താലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗത്ത് നിന്നും 8 മാർക്കിനുള്ള ചോദ്യം അത് എപ്പോഴും ഉള്ളതാണ്. അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. 8 മാർക്കിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണെങ്കിലും ആൻസർ ആണെങ്കിലും അത് ഓരോ കുട്ടികൾക്കും വിജയത്തിന്റെ മുന്നോടിയായിട്ട് പോകാനുള്ള ഏറ്റവും ഒരു മെയിൻ ആയിട്ടുള്ള ഭദ്രത എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്തില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗം നമ്മൾ എപ്പോഴും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു ഭാഗം അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ് ഏത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേരള PSCയുടെ പുതിയൊരു പാറ്റേൺ ആണ്. കൂടുതലും അവർ സ്റ്റേറ്റ്മെന്റ് മോഡലാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾക്ക് ചോദിക്കുന്നത്. അതായത് ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞിരിക്കണം. ഇപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ് ആണ്. അതിപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്നും 4 സ്റ്റേറ്റ്മെന്റ് ആണ് അവരിപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മുന്നിലോട്ട് എന്ത് ചെയ്യുന്നത്, ഇട്ട് തരുന്നത്. അത് നമുക്ക് 3 പോയിന്റ്സ് നമുക്ക് എന്തായിരിക്കും, നമുക്ക് അറിയാമായിരിക്കും. പക്ഷെ നമുക്ക് എന്തായിരിക്കും, നമുക്ക് ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ആയിട്ടുള്ള നമുക്ക് ഒരു കൺഫ്യൂസിങ് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളിപ്പം അറ്റൻഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു മൈൻഡിൽ നിന്നിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അറ്റൻഡ് ചെയ്യും. ചിലപ്പോൾ എന്താവും, ശരിയാവും, ചിലപ്പോൾ എന്ത് ചെയ്യും, തെറ്റാവും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പോൾ നമ്മളിപ്പം ഏതൊരു സബ്ജക്റ്റിനെ ആണെങ്കിലും എല്ലാ ടോപ്പിക്കിൻ്റെ എന്താണ്, എല്ലാ പോയിന്റ്സും എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണം, നല്ല രീതിക്ക് പഠിച്ചിരിക്കണം. അല്ലാതെ ഇപ്പം എന്തില്ല, ഒരു രക്ഷയല്ല. കാരണം ഏകദേശം 100 മാർക്കിനുള്ള ചോദ്യത്തിൽ നിന്നും ഒരു 20-25 മാർക്കിനുള്ള ചോദ്യം നിങ്ങൾ എങ്ങനെയായിരിക്കും, സ്റ്റേറ്റ്മെന്റ് മോഡലാണ് ഇപ്പോൾ PSC ചോദിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം ദീർഘിപ്പിക്കേണ്ട, നമ്മുടേതായിട്ടുള്ള എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആ ഒരു എമർജൻസി അല്ലെങ്കിൽ എന്താണ് അടിയന്തരാവസ്ഥ എന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. തുടക്കത്തിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ് 1950 ആണ്. 1950 എന്ത് ചെയ്തത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്തത്, നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, 395 ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത്. 395 ആർട്ടിക്കിൾസും എത്ര പാർട്ട് ഉണ്ടായിരുന്നു, 22 പാർട്ടുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ. 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 395 ആർട്ടിക്കിൾസും 22 പാർട്ടുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്ടാ, ഇപ്പോൾ ഏകദേശം 448 ആർട്ടിക്കിൾസ് ഉണ്ട്. 448 ആർട്ടിക്കിൾസും 25 പാർട്ടും എത്ര ഷെഡ്യൂളാണ് വരുന്നത്, 12 ഷെഡ്യൂളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത്രയും കണക്കാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ലോകത്തിൽ തന്നെ എന്താണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട അല്ലെങ്കിൽ ലിഖിത ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയുടേതാണ്. 1950 ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഏകദേശം 395 ആർട്ടിക്കിൾസും 22 പാർട്ടുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എത്രയുണ്ട്, 448 ആർട്ടിക്കിൾസും 25 പാർട്ടും 12 ഷെഡ്യൂളുമാണ് നിലവിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നത്, ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇന്നത്തെ ഒരു ഫാക്റ്റിലോട്ട് നമുക്ക് കടക്കാം. അടിയന്തരാവസ്ഥ എന്നുള്ള ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്ടാ, അത് 18ാം ഭാഗത്താണ്. ഓക്കെ, അടിയന്തരാവസ്ഥ എന്നുള്ളത് ഏതാണ്, ഭാഗം ഏതിലാണ് വരുന്നത്, ഭാഗം 18ലാണ്. ചോദിക്കാം, അടിയന്തരാവസ്ഥ എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 18ആണ്. ആർട്ടിക്കിൾ എത്രയാണ് ഉള്ളത്, ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ പ്രതിപാദിക്കുന്നതാണ് അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് ഇന്ത്യൻ ഭരണഘടന 1950 എന്ത് ചെയ്തു, നിലവിൽ വന്ന സമയത്ത് 395 ആർട്ടിക്കിൾസും 22 പാർട്ടുമാണ് 1950 നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എത്രയുണ്ട്, 448 ആർട്ടിക്കിൾസും 25 പാർട്ടും 12 ഷെഡ്യൂളുമാണ് നിലവിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് ചെയ്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ അടിയന്തരാവസ്ഥ എന്നുള്ള ഭാഗം, അടിയന്തരാവസ്ഥ എന്നുള്ള വിഷയം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 18ാം ഭാഗത്താണ്. ഓക്കെ, 18ാം ഭാഗത്താണ് അടിയന്തരാവസ്ഥ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. അത് ആർട്ടിക്കിൾ ഏത് മുതൽ ഏതുവരെ ചോദിച്ചു കഴിഞ്ഞാൽ 352 മുതൽ 360 വരെയാണ്. നമുക്ക് തിരിയുന്ന ഒരു കാര്യമാണ് 352, 356, 360.
മൂന്ന് തരത്തിലാണ് അടിയന്തരാവസ്ഥ എന്ത് ചെയ്യുന്നത്, തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. ഇതിൽ ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352 ദേശീയമായിട്ടുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. മാറില്ല കേട്ടോ, കാരണം ഇതാണ് നമുക്കിടയിലാണെങ്കിൽ ചെറിയൊരു കൺഫ്യൂസിങ് വരുന്ന ഒരു കാര്യം. ഇതിൽ ദേശീയ അടിയന്തരാവസ്ഥ, ദേശീയമായിട്ടുള്ള അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 352. സംസ്ഥാന അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356. സാമ്പത്തിക അടിയന്തരാവസ്ഥ വരുന്നത് 360. ഇത് മൂന്നും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൂന്ന് ആർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, ഓർത്തു വച്ചിരിക്കുക. ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 360. ഇനി ഇതെല്ലാം എന്തിനെയാണ് പ്രതിപാദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ആർട്ടിക്കിൾ 352 എന്താണ്, ദേശീയപരമായിട്ടുള്ള രാജ്യമെമ്പാടുമുള്ള അടിയന്തരാവസ്ഥയാണ് ആർട്ടിക്കിൾ 352 എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. അപ്പോൾ രാജ്യമെമ്പാടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. മറ്റൊന്ന് 356. 4 വിധം എന്ത് ചെയ്യുക, കൂട്ടി പോകുക. 352, 356, 360. ഇതിൽ 356 വരുന്നത് എന്താണ്, സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. സംസ്ഥാനങ്ങൾക്ക്, ഓരോ സംസ്ഥാനങ്ങൾക്കും എന്താണ്, ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ എന്താണ്, ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അക്രമങ്ങളോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും യുദ്ധമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സംസ്ഥാനങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യും, ഒരു അടിയന്തരാവസ്ഥ എന്ത് ചെയ്യും, പ്രഖ്യാപിക്കും. അത്തരത്തിൽ വരുന്ന സംസ്ഥാനങ്ങളുടെ അടിയന്തരാവസ്ഥയാണ് ആർട്ടിക്കിൾ 356 പ്രതിപാദിക്കുന്നത്. മറ്റൊന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അതെന്താണ്, ആർട്ടിക്കിൾ 360. മറ്റൊന്ന് നമ്മുടെ അടിയന്തരാവസ്ഥയുടെ കടമെടുക്കലാണ്. അല്ലെങ്കിൽ കടമെടുക്കലിന്റെ ഉറവിടം എവിടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ടിൽ നിന്നുമാണ് എന്ത് ചെയ്തത്, അടിയന്തരാവസ്ഥ എന്നുള്ള ഭാഗം കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എന്ത് ചെയ്തത്, അടിയന്തരാവസ്ഥ എന്നുള്ള ഒരു കടമെടുക്കൽ എന്ത് ചെയ്തത്, അതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ത് ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, മറ്റൊന്ന് മൗലിക അവകാശങ്ങൾ എന്താണ്, മൗലിക അവകാശങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഭാഗം 3 പ്രതിപാദിക്കുന്നതാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ വരുന്നത്. അതിൽ ഏകദേശം 6 മൗലിക അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ 4 റിട്ടുകൾക്ക് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു മൗലിക അവകാശങ്ങൾ താൽക്കാലികമായിട്ടും നിർത്തിവയ്ക്കുന്നതിന് ജർമ്മനിയിലേതാണ് വെയ്മർ ഭരണഘടനയിൽ നിന്നുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കടമെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ തീരെ രീതിക്ക് ആർട്ടിക്കിൾ 352, 356, 360 രാജ്യത്തോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലോ ഇത് ഫലപ്പെടുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യാം, നിർത്തലാക്കി വയ്ക്കാൻ വേണ്ടി പറ്റും. ആ നിർത്തലാക്കി വയ്ക്കുന്നത് ഇവിടെ നിന്നാണ്, അല്ലെ ഏത് രാജ്യത്ത് നിന്നുമാണ് കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജർമ്മനിയിലേതാണ് വെയ്മർ ഭരണഘടനയിൽ നിന്നുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കടമെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ അടിയന്തരാവസ്ഥ ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ 352 വരുന്നത് ദേശീയ അടിയന്തരാവസ്ഥയാണ്. മറ്റൊന്ന് സംസ്ഥാന അടിയന്തരാവസ്ഥ 356, മറ്റൊന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥ 360. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, അതായത് ആർട്ടിക്കിൾ 352 നമ്മൾ പറഞ്ഞായിരുന്നു ദേശീയ അടിയന്തരാവസ്ഥയാണ്. എന്താണ് ദേശീയ അടിയന്തരാവസ്ഥ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 352 എന്താണ് അതിനകത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധമോ ഇല്ലെങ്കിൽ ബാഹ്യ ആക്രമണമോ ഇല്ലെങ്കിൽ സായുധ കലാപമോ ഇത്തരത്തിൽ വരുന്ന സാഹചര്യങ്ങളിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ദേശീയ അടിയന്തരാവസ്ഥ എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 352 ഞാൻ തുടക്കത്തിലെ പറഞ്ഞായിരുന്നു. 352 രാജ്യമെമ്പാടും വരുന്നതാണ്. രാജ്യമെമ്പാടും ദേശീയപരമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 352 അത് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് മറ്റൊരു രാജ്യം ആക്രമിക്കാൻ വരികയാണെങ്കിലോ അപ്പോഴെന്താവും, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാവും, വാർ ഉണ്ടാവും. അത്തരത്തിലോ ഇല്ലെങ്കിൽ ഒരു ബാഹ്യപരമായിട്ടുള്ള ഒരു ആക്രമണം മൂലമോ ഇല്ലെങ്കിൽ ഒരു സായുധപരമായിട്ടുള്ള കലാപമോ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയാണ്. നമ്മുടെ രാജ്യമെമ്പാടും ദേശീയപരമായിട്ട് ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352 എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഭരണമെന്നും കൂടെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സംസ്ഥാന അടിയന്തരാവസ്ഥ വരുന്നത് ആർട്ടിക്കിൾ 356. എല്ലാം 4 വീതം എന്ത് ചെയ്യുക, കൂട്ടി പോകുക. 352 കഴിഞ്ഞാൽ 356, മറ്റൊന്നെന്താണ് 360. ഓക്കെ, അപ്പോൾ സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356 അതെന്താണ്, ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനങ്ങൾ എന്ത് ചെയ്യുക, പരാജയപ്പെടുമ്പോൾ രാഷ്ട്രപതി എന്ത് ചെയ്യും, ഒരു അടിയന്തരാവസ്ഥ എന്ത് ചെയ്യും, പ്രഖ്യാപിക്കും.
കുറച്ച് കാലയളവിൽ എന്തായിരിക്കും, അത് രാഷ്ട്രപതിയുടെ അധീനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണമായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. അത്തരത്തിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാഗം വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 356. അത് സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. അതായത് മറ്റൊന്നുമല്ല, ഏതെങ്കിലും ഇപ്പോൾ നമുക്കറിയാം ഓരോ സംസ്ഥാനങ്ങൾക്കും എന്താണ്, ഓരോ മുഖ്യമന്ത്രിമാരുണ്ട്, ഓരോ ഗവൺമെന്റ് ഉണ്ട്. അങ്ങനെ അത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ നിലവിൽ നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് എത്രയാണ്, 28 സംസ്ഥാനങ്ങൾ, എത്രയാണ് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. ഇതിൽ ഏതെങ്കിലും സപ്പോസ് അങ്ങനെ നടക്കാറില്ല എങ്കിലും ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും അവരുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യും, അവരുടെ ഗവൺമെന്റ് പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, തൽക്ഷണം അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാം, ആ സംസ്ഥാനത്തിന്റെ ഭരണം എന്ത് ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മുടെ സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്കകത്ത് പറയുന്നത്. ആർട്ടിക്കിൾ 356 ഓക്കെ. മറ്റൊന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് 360. 356 ശേഷം എന്താണ്, 4 എന്ത് ചെയ്തു, 4 കൂട്ടിപ്പോവുക, അപ്പൊ 360. ഈ 360 പ്രതിപാദിക്കുന്നത് എന്താണ്, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്കോ ഇല്ലെങ്കിൽ എന്താണ് ക്രെഡിറ്റിനോ എന്താണ്, ക്രെഡിറ്റിന്റെ നിലയ്ക്കോ എന്താണ് ഭീഷണി നേരിടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ത് ചെയ്യും, ഇന്ത്യയിൽ പ്രഖ്യാപിക്കും. അപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണങ്ങളിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 360. ഇത് മൂന്നിലും നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ചോദിക്കാൻ ചിലപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഏത് അടിയന്തരാവസ്ഥയാണ് നിലവിൽ ഇതുവരെയായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാമ്പത്തിക അടിയന്തരാവസ്ഥ മാത്രം എന്ത് ചെയ്തിട്ടില്ല, ഇന്ത്യയിൽ നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇനിയും വരാതിരിക്കട്ടെ, സന്തോഷമാണ്. ഓക്കെ, ബാക്കി 2 അടിയന്തരാവസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നു പോയിട്ടുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിലും സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നു പോയിട്ടുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യ ചൈന വാറും ഇന്ത്യ പാകിസ്ഥാൻ വാറൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ദേശീയ അടിയന്തരാവസ്ഥ വന്നു പോയിട്ടുണ്ട്. 1971 കാലഘട്ടങ്ങളിൽ വന്നു പോയിട്ടുണ്ട്. മറ്റൊന്ന് സംസ്ഥാന അടിയന്തരാവസ്ഥ, അത് പഞ്ചാബിനും അതുപോലെ തന്നെ മിസോറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതുവരെയായിട്ടും സാമ്പത്തിക അടിയന്തരാവസ്ഥ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതുവരെയായിട്ടും നിലവിൽ ഇന്ത്യയിൽ എന്തിട്ടുള്ള വന്നിട്ടില്ലാത്ത പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് അടിയന്തരാവസ്ഥ എന്നതാണ്. അതിന്റെ ഭാഗം വരുന്നത് ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ്. 4 വിധം എന്ത് ചെയ്യുക, കൂട്ടി പോവുക. ഇന്ത്യയിൽ നിലവിൽ എത്രയാണ്, 3 അടിയന്തരാവസ്ഥകളാണുള്ളത്. ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ, മറ്റൊന്ന് സംസ്ഥാന അടിയന്തരാവസ്ഥ, മറ്റൊന്നാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരമാണ് അടിയന്തരാവസ്ഥ എന്നുള്ള ആശയം എന്ത് ചെയ്തിട്ടുള്ളത്, ഉടലെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുക, നിർത്തിവെക്കുക എന്നുള്ള ആശയം കടമെടുത്തിട്ടുള്ള ജർമ്മനിയിലെ വെയ്മർ ഭരണഘടനയിൽ നിന്നുമാണ്. ഓക്കെ, മറ്റൊന്ന് ദേശീയ അടിയന്തരാവസ്ഥ എന്താണ്, യുദ്ധമോ ബാഹ്യമായിട്ടുള്ള ആക്രമണം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ദേശീയ അടിയന്തരാവസ്ഥ എന്ത് ചെയ്യാം, പ്രഖ്യാപിക്കാം. മറ്റൊന്ന് സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ ആർട്ടിക്കിൾ 356. ഒരു സംസ്ഥാനം എന്താണ് ഭരണഘടനാ സംവിധാനത്തിൽ എന്ത് ചെയ്യുക, ചെറുതായിട്ട് പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, രാഷ്ട്രപതിക്ക് ആ ഒരു സംസ്ഥാനത്തിനെ ഏറ്റെടുക്കാം. തൽക്ഷണം അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാൻ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. മറ്റൊന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. നിലവിൽ ഇതുവരെയായിട്ടും ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടില്ല, സാമ്പത്തിക അടിയന്തരാവസ്ഥ മാത്രം എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അത് ആർട്ടിക്കിൾ 360. ഓക്കെ, അപ്പോൾ ഇതുപോലത്തുള്ള മറ്റൊരു നല്ലൊരു ടിപ്സ് ആയിട്ടും അല്ലെങ്കിൽ കൺഫ്യൂസിങ് ഫാക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി.